കാലവർഷം എത്താറായി. പ്രളയവും വെള്ളപ്പൊക്കവും കടന്നു വന്ന നാടാണ് നമ്മുടേത്. നീന്തൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കണ്ണൂരിലെ പിണറായിയിലെ സ്വിമ്മിംഗ് പൂളിൽ കാഴ്ച പരിമിതിയുള്ള 10ഓളം യുവാക്കൾ നീന്തൽ പഠിക്കുന്നു. ആത്മവിശ്വാസം കൊണ്ട് പരിമിതികളെ നീന്തി പമ്പ കടത്തുകയാണ് അവർ. മറികടക്കാനുള്ളതാണ്. കാഴ്ചാ പരിമിതി നീന്തലിന് ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് എൻ്റെ കൂടെയുള്ളവർ. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ഇവരുടെ അകക്കണ്ണിന്റെ കാഴ്ചയാണ് കാണേണ്ടത്. കൂടെ കരുത്തും ആത്മവിശ്വാസവും. മുറിച്ചു കടക്കാനാവാത്ത പ്രതിസന്ധികളുടെ കുത്തൊഴുക്കില്ലെന്ന് ഇവർ തെളിയിക്കുന്നു. വെള്ളത്തിലിറങ്ങാൻ ആദ്യം ഭയമായിരുന്നു. പിന്നീട് നീന്താൻ തുടങ്ങിയപ്പോൾ ഭയം ആവേശമായി, ആത്മവിശ്വാസമായി. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ആദ്യം വന്നപ്പോഴും നമുക്ക് വെള്ളത്തോട് പേടിയായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ദിവസമായപ്പോഴേക്കന്നെ നമ്മൾ വെള്ളത്തോടുള്ള പേടി എന്നുള്ള സംഗതി, കാരണം ഇവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാവരും ആവറേജ് നോക്കുകയാണെങ്കിൽ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങാത്ത ആളുകളാണ്. നല്ല വൈബാണ്. ഈ 10 ദിവസത്തെ ക്യാമ്പ് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുപ്പകാലത്ത് കൂട്ടുകാർ നീന്താനിറങ്ങുമ്പോൾ കരയിൽ നിന്ന് കേട്ട ശബ്ദം മാത്രമായിരുന്നു നീന്തലിനെ കുറിച്ചുള്ള ഓർമ്മ. ജീവിതത്തിൽ ഒരിക്കലും നീന്തൽ പഠിക്കൽ നടക്കൂല എന്ന് വിചാരിച്ചായിരുന്നു. ഈ ഒരു ക്യാമ്പ് കാരണം അൽഹംദുലില്ലാഹ് ഉഷാറായി. പ്രത്യേക രീതിയിലുള്ള പരിശീലനത്തിലൂടെ എല്ലാവരും നല്ല നീന്തൽക്കാരായി. കാഴ്ച പരിമിതി എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും, അതേപോലെ നമ്മൾക്കിപ്പം മറ്റുള്ളവരോട് പറഞ്ഞ് ആക്ഷൻ കാണിച്ചു കൊടുക്കുന്ന പോലെ ഇവർക്ക് ആക്ഷൻ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരെ കൈയും കാലും ടച്ച് ചെയ്തുകൊണ്ട് ആ ആക്ഷൻ ചെയ്യിക്കണം, കൈ കൊണ്ട് പിടിച്ച് ചെയ്യിക്കണം. അപ്പോൾ ഇപ്പോൾ 8-9ാമത്തെ ദിവസമാണ്. നല്ലൊരു പ്രോഗ്രസ് എന്നെ സംബന്ധിച്ചിടത്തോളം. സാധാരണ ഒരു 9 ദിവസം കൊണ്ട് ഇത്രയും നീന്തുക എന്ന് പറഞ്ഞാൽ, അത്രയും ഏജുള്ളവർ ഇത്രയും നീന്തുക എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് യുവജന വിഭാഗവും ജില്ലാ യൂണിറ്റും ഇക്യുബീൻ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് പരിശീലനം ഒരുക്കിയത്. ചുണ്ടുള്ളവ മുറുക്കി അന്തിക്കൊരുത്തി മുറുക്കി കാഴ്ച പരിമിതികൾ ഉള്ളവരാണ്, എന്നാലും അവരെല്ലാം ആഘോഷത്തിൽ തന്നെയാണ് അവരുടെ പരിമിതികളെ മറികടക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അനിൽ കണ്ണനോടൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.